എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 2-ാം ദിവസമാണ്. ഇന്നത്തെ പാരായണം സമർപ്പിക്കുന്നത് കൊല്ലം ജില്ലാ ചാപ്റ്ററാണ്. കൊല്ലം ജില്ലാ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററായ വാമനേട്ടനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഇന്നത്തെ ഗുരുസ്മരണയ്ക്കായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തി എത്തിയിട്ടുണ്ട്. ഗുരുസ്മരണയ്ക്കായി സരസ്വതി ഏട്ടത്തി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അജ്ഞാനാന്തർ ഗഗനപതിത ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവശിഖാ താവപാപാസ്യമാനാ മുക്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിർ ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യ പര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. പൂർവം രാമതപോവനാതി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത്താവണ കുംഭകർണ നിധനം വേദസ്യ രാമായണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഉൾപ്പെടെ. വളരെ ആദരപൂർവ്വം കൊല്ലം ജില്ലാ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററായ വാമനേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണത്തില് ബാലകാണ്ഡത്തില് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു. യാവത് ചന്ദിഗ്രിയ സമീകച്ഛ മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. യാവത്യാ സന്ധിഗിരിയ, ലോകത്തിൽ മലകളും നദികളും ഏതുവരെ നിലനിൽക്കുമോ അതുവരെ
രാമായണ കഥ ലോകത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, നമുക്കറിയാം രാമായണം എന്ന് പറയുന്ന ആ ഇതിഹാസം, നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളുമുണ്ട്. രാമായണവും മഹാഭാരത ഇതിഹാസങ്ങളാണ്. അത് ചരിത്ര കഥകളാണ്, നടന്ന സംഭവങ്ങളാണ്. അപ്പൊ രാമൻ മനുഷ്യനായി, മനുഷ്യവേഷം കൊണ്ട്, ഭഗവാൻ മനുഷ്യവേഷം കൊണ്ട് രാമനായി ആ മനുഷ്യ അനുഭവിച്ച ദുഃഖങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തന്ന് അവിടുന്ന് നമുക്ക് മാതൃകാപുരുഷനായി ഈ ലോകത്ത് മുഴുവൻ ശാന്തിയും സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും നൽകുന്നതിന് അവതരിച്ചു. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു തത്വമുണ്ട്. രാമായണം നമ്മളെപ്പോഴും വായിക്കുമ്പോൾ ഈ രാമായണ കഥയൊക്കെ ഏവർക്കും ഭാരതീയരായിട്ടുള്ള മലയാളികളായിട്ടുള്ള പ്രത്യേകിച്ചും നമ്മുടെ എന്താ പറയുക ശങ്കര ഇന്റർനാഷണൽ ഗ്രൂപ്പിലെ എല്ലാ ആൾക്കാർക്കും ഒരു ഭംഗിയായി അറിവുള്ളതാണ്. ഇവിടെ നമ്മൾ വായിച്ചു വീണ്ടും അതിനുള്ളിലേക്ക് കടക്കണം. ഇപ്പൊ തന്നെ സത്യം വളരെ സന്തോഷം തോന്നി. സരസ്വതി അപ്പോൾ ആ രാമായണം മുഴുക്ക വായിച്ചു കഴിഞ്ഞു അല്ലെ. ഏകശ്ലോകി രാമായണത്തിലൂടെ രാമായണ കഥ മുഴുക്ക സരസ്വതി അപ്പോൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു കഴിഞ്ഞു. ആയിക്കോട്ടെ, നമുക്ക് ഇന്ന് വായിച്ചു തുടങ്ങേണ്ടത് ശിവൻ രാമായണ കഥ പറയുന്നതാണ്. നമുക്കറിയാം ഈ ഇതിഹാസമായിരിക്കുന്ന രാമായണത്തിന്റെ പ്രത്യേകത എന്താണ്. നമ്മൾ പറഞ്ഞ പോലെ ഈ രാമൻ എന്ന് പറയുന്നത് സത്വഗുണമാണ്. സത്വഗുണമായിരിക്കുന്ന രാമൻ രജോ ഗുണമാണ് ബാലി എന്ന് പറയല്ലേ. ആ രജോ ഗുണ ബാലിയെ വർദ്ധിച്ച് എന്ത് ചെയ്യുന്നു, എന്നിട്ട് കടൽ കിടന്ന് തമോ ഗുണത്തെ രാവണനായിരിക്കുന്ന തമോ ഗുണത്തെ നശിപ്പിക്കുകയാണ്. അപ്പൊ സത്വഗുണം രജോ ഗുണം തമോ ഗുണം. അപ്പൊ നോക്കുക, എന്നിട്ട് സത്വഗുണമായിരിക്കുന്ന ആ രാമൻ വിജയിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടതാണ്, ത്രിഗുണാധാരമാണല്ലോ ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ച ത്രിഗുണാധാരമായിരിക്കുന്ന സത്വരജ തമസ് എന്ന് പറയുന്ന ത്രിഗുണങ്ങൾ ആധാരമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ സത്വഗുണമാണ് എന്ന് ജയിക്കേണ്ടത്. സത്വഗുണം നിലനിൽക്കുന്നത് അത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അത് മാത്രമല്ല, രാക്ഷസന്മാരും പക്ഷികളും ദേവന്മാരും ഋഷികളും മനുഷ്യരും വൃക്ഷങ്ങളും നദികളും സമുദ്രങ്ങളും ഇവയെല്ലാം കഥാപാത്രമാകുന്ന മറ്റൊരു ഇതിഹാസം ഇല്ല തന്നെ. അതുകൊണ്ട് ലോകം മുഴുവൻ ഒരു കുടുംബമായി കണ്ട് ധർമ്മം ആചരിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുകയാണ് വാൽമീകി. നമുക്കറിയാം 3 കുടുംബങ്ങളുടെ കഥയാണ്. ആയിക്കോട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം. അപ്പൊ ആ വസുധൈവ കുടുംബകം എന്ന് പറയുന്ന ലോകം ഒരു കുടുംബമായി കണ്ട് രാമന്റെ കഥ എന്നും പാടിക്കൊണ്ടേയിരിക്കുന്നു. അതിലൂടെ നാം നേരത്തെ ചിന്തിച്ച പോലെ സത്വ രജ തമോ ഗുണങ്ങൾ, അതിൽ നിന്ന് ആ രജോ ഗുണവും തമോ ഗുണവും കഴിഞ്ഞ ആ സത്വഗുണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇന്നലെ വായിച്ച പോലെ പരമാത്മാവായിരിക്കുന്ന സൂര്യന്റെ നിഴല് അല്ലേ ജീവാത്മാവായിരിക്കുന്ന മനുഷ്യന്റെ പ്രമേയത്തിൽ കാണുകയാണ്. പരമാത്മാവ് അചഞ്ചലനായി നിൽക്കുന്നു, ജീവാത്മാവ് പരിചയത്തിൽ പ്രവേശിക്കുന്നു. അവസാനം ഈ തോണിയിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ഒരിക്കലും ഈ തോണി ഉപേക്ഷിക്കണം വേണ്ടേ. ഈ തോണി ഉപേക്ഷിക്കാൻ നമ്മൾ അക്കരെ പോകേണ്ടവരാണ്. അപ്പൊ തോണി കടക്കുന്നതിന് നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവും. പക്ഷെ ആ അനുഭവിക്കുന്ന കർമ്മങ്ങൾ എന്തായാലും മരണം വരെ സംശയമില്ല അല്ലെ. മരണം വന്നേ പറ്റൂ. പക്ഷെ ആ മരണം വരുമ്പോഴാ മരണം വരെ ജീവിക്കണ്ടേ. ആ മരണം വരെ ധൈര്യത്തോടെ സന്തോഷത്തോടെ ഈശ്വര സമർപ്പണത്തോടെ ജീവിക്കാനും കഴിയട്ടെ. അതിനുള്ള സഹായമാണ് നമ്മുടെ രാമായണ പാരായണവും മറ്റും. ആദിശങ്കര ഉത്സവപ്പുളന് UK പോയിട്ട് അവിടെ നമ്മുടെ ശങ്കര ഇന്റർനാഷണലിന്റെ ബ്രാഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ രഹസ്യം എന്താണ്, അതിന്റെ തമാശ എന്താണ്? തമാശ അപ്പൊ ചിന്തിച്ചെന്ന് അറിയാമോ? മണമുള്ള പുഷ്പങ്ങൾ എവിടെ പോയാലും മണം പരത്തിക്കൊണ്ടേയിരിക്കും അല്ലേ. സത്യന്തയുള്ളവർ എവിടെ പോയാലും സത്യനെ പരത്തിക്കൊണ്ടേയിരിക്കും. അതിന് എവിടെ ചെന്നാലും സത്സംഗം അവർക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. തീർച്ചയായും നമ്മുടെ പുറത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് വായിക്കേണ്ടതുണ്ട്. ആ വായന നമുക്ക് ആദ്യം വായിക്കുന്നത് നമ്മുടെ വെളിയം മൺകൂത്ത് മഠത്തിലെ സാവിത്രി അന്തർജനമാണ്. സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും റിട്ടയറായിട്ട് നിൽക്കുന്നു. ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യയാണ്. വെളിയം മൺകുന്നമഠം 100 ആണ്ടിൽ പഴക്കമുള്ള യോഗക്ഷേമം എന്ന് പറയുന്ന ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അവരുടെ കുടുംബത്തിലെ 20ഓളം ഡോക്ടർമാര് അവരുടെ കുടുംബത്തിലുണ്ട്. നമ്മുടെ ബഹുമാന്യയായ നമ്മുടെ സാവിത്രി അന്തർജനത്തിന് പാരായണത്തിനായി ക്ഷണിച്ചു കൊടുക്കുന്നു. ജയശങ്കരൻ. വീഡിയോയും ഓഡിയോയും ഓൺ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യാമായിരുന്നു. ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം
ശിവൻ പാർവതിക്ക് കഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള പങ്ക്തികന്ധരമുഖ രാക്ഷസവീരന്മാരാൽ എന്ന് തുടങ്ങുന്ന ഭാഗം മുതലാണ് പാരായണം ചെയ്യേണ്ടത്. ബഹുമാന്യരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. വീഡിയോ കാണാമോ? വീഡിയോയും കാണാം. ഓക്കെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പംക്തികന്ധരമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തൊടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നെ മറ്റൊരു കഴിവില്ല. സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോട് ആരൂഢഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനി മാരോടും കൂടി സ്തുതിച്ചിടിനൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാര് ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുഗ്ധന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം. ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹര മന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം. വത്സലാഞ്ജനവത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം. മേരുസന്നിഭ കിരീടോദ്യൽ കുണ്ടല മുക്താഹാര കേയൂരാംഗത കടക കടിസൂത്ര വലയാങ്കുലീയ ഗദ്യാഖില വിഭൂഷണ കലിത കളേബരം കമലാമനോഹരം. കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹ ഭവൻ മധുരസ്ഫുടാക്ഷരം. സരസപദങ്ങളിൽ സുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിനരുതാതൊരു പാദാംബുജം. നിത്യവും നമോസ്തുതേ സകല ജഗൽപതേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദമാനന്ദാമൃതമദ്വയമേകം നിത്യവും നമോസ്തുതേ. കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കേണം എങ്കിലോ ഭഗവൽ പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിരാവതില്ല. നിൻ തിരുവടിയുടെ ശ്രീപാദാംബുജം ദ്വന്ദ്വമന്തികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻപാദ പങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സലാ പോറ്റി സംസാരമയ പരിതപ്ത മാനസന്മാരാ പുംസ്വാം തൊൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും മരണമൂർത്തു മമ മനസി പരിതാപം. കരുണാമൃതനിധേ പെരികെ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണമുണ്ടാവാനായി തരികവരം നാഥ കരുണാകര പോറ്റി. ശരണം ദേവ രമാരമണധരാപതേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമപരമാത്മൻ പരബ്രഹ്മാഖ്യാ ജയ. പരചിന്മയ പരാപര പത്മാക്ഷ ജയ. വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനി സ്തുതി ചെയ്തോരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ. എന്തിനിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാൺമതിനിവിടെ കുഴറ്റോടെ വരുവാൻ മൂലം അതു ചൊല്ലുകെന്നതു കേട്ടു സരസീരുക ഭവനീ വർണ്ണമുണർത്തിച്ചു
നിൻ തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ട് എന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളത് പോറ്റി. എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ. പൗലസ്ത്യ തനയനം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപതേ. മദ്ദത്തവര ബലദർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം. അയ്യോ, ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനന്റെ ശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടങ്ങി അത്രയല്ല, യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ, മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപതേ. നിന്തിരുവടി തന്നെ മർത്തിനൈ പിറന്നിനി, പങ്ക്തിതന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരം അതിനു മധിരിപോ, ചെന്തളിരടീണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം, പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം, പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ദത്തമായിതുവരം സുപ്രസന്നേന മയാ, തദ്വച സത്യം കർത്തുമുദ്യോഗമദ്ദൈവമേ. കശ്യപൻ ദശരഥ നാംനാ രാജേന്ദ്രനായി കാശ്യപീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും, തസ്യമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും, ചിത്സ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി. യോഗമായാ ദേവിയും ജനകാലയെ വന്നു, കീകസാത്മജകുലനാശകാരിണിയായി. മേദിനി തന്നിലയോ നിജയായുണ്ടായി വരും, ആതിഥേയന്മാർ കപിവീരരായി പിറക്കേണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനാൻ എന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം, ആദിനായകൻ മറഞ്ഞിടിനൊരാശ നോക്കി. ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. രാമ 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 ഹരേ ഹരേ. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി, മാനവപ്രവരനായി വന്ന് അവതരിച്ചിടും വാസരാധീശാനയെ സാദരമയോധ്യയിൽ. വാസവാദികളായ നിങ്ങളും ഒന്നുവേണം, വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി. ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം, മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുദാനവീരന്മാരോട് യുദ്ധം ചെയ്വതിന്. ഓരോ കാനനഗിരി ഗുഹാദ്വാരവൃക്ഷങ്ങൾ തോറും വാനര പ്രവരന്മാരായി ഏതും വൈകിടാതെ പുത്രാമാദികളോട് പത്മസംഭവൻ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും പുക്ക് സത്വരം ധരിത്രിയും അർത്ഥസന്താപമതിസ്വസ്ഥയായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോബലയോധികളായി ഉന്നതേ പർവ്വത തുല്യ ശരീരന്മാരായി അനാരതം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവ ഗർവന്തേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ. പുത്രലാഭാലോചന. അമിത ഗുണവാനം നൃപതി ദശരഥൻ അമലൻ, അയോധ്യാധിപതി ധർമാത്മാവീരൻ, അമിത കുലവാതുല്യനം സത്യപരാക്രമൻ, അങ്കജസമൻ കരുണരത്നാകരൻ,
കൗസല്യാദേവിയോടും പത്രശുശ്രൂഷ ചെയ്തേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാര് ഇവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം. അനവത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണം ഭുജവതത്വന്തം വന്ദനം ചെയ്തു ചോദിച്ചിടിയനാൻ, എന്തു നല്ലൂ നന്ദനന്മാരുണ്ടാവാൻ എന്ന് അരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായ്മയാൽ എനിക്ക് രാജാതി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിട്ടതബോധനൻ വസിഷ്ഠൻ അതു കേട്ട് ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്ത്, നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും. അതു നിനച്ചു നീ ഖേദിക്കേണ്ട മനസ്സ് നരപതേ വൈകാതെ വരുത്തണം. വൃക്ഷശൃംഖന ഇപ്പോൾ ചെയ്ത് നീ ഗുണാനിതേ പുത്രകാമേഷ്ടി കർമ്മം. പുത്രകാമേഷ്ടി തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനൻ. ശാലയും പണി ചെയ്ത് സരയൂതീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം വൃക്ഷശൃംഖനാൽ ചെയ്യപ്പെട്ട രാഹൂതിയാലെ വിശ്വദേവതാഗണം തൃപ്തമായി അതുനേരം ഹേമപത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്യദേവൻ താവകം പുത്രം ഇപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞത്. തപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്ത് നൃപവരൻ ചൈതല്യാത്മനാ പാതി നൽകിനാൻ കൈയേയിക്കും. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി ദാനം തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതുകൊണ്ട് പാതി കൊടുത്തു കൈകേയും. മന്നവൻ അതുകണ്ട് സന്തോഷം പൂണ്ട് ഏറ്റം തൻ പ്രജകൾക്ക് പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചതു മൂവരും അതുകാലം. അപ്പോഴേ തുടങ്ങി ശോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥമാൻ ജപഹോമാദി കർമ്മം കൊണ്ട്. പുഷ്പലാക്ഷികൾക്ക് അനവാസരം ക്രമത്തോടെ ഗർഭജന്യങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞതു. സന്താപം ദിനംതോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം. സീമന്തവും സവനാദികളും ചെയ്ത് കാമാന്തം ദാനങ്ങളും ചെയ്തു നരവരൻ. ശ്രീരാമാവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം. അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ. ഹരേ രാമ ഹരേ രാമ. അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചത്തിനായിട്ടല്ലോ. അർക്കനും അത്യുത്ഥാന ഉദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രണി ഉച്ചസ്ഥനായി മകരം രാശി നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ. ദേവകളും മുഖ്യ നക്ഷത്രം കൊണ്ട്
പിറ്റേനാൾ സുമിത്രയും പറ്റിയത് പുത്ര ഇരുവരും പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നമോടവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപദ്ഭോദ്ഭവൻ നാരദ തനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്യമായിരുപ്പൊരു നിർമ്മലമകുടവും സുന്ദര ചികരവും അളവും സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണനയനവും ആരുണ്യാംബരം പരിശോഭിത ജഘനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിപകള രാജ കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവം കുണ്ടലമുക്താകാര കാഞ്ചന നോപുരമുഖം മണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ഡലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും ഹരേ കൃഷ്ണ കണ്ടുണ്ടായൊരു പരമാനന്ദത്തെയും മോക്ഷതനായ ജഗൽ സാക്ഷിയം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു ദരിതരെ തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദനാ ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേ ശാശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയം ആശ്രയിച്ച് എന്തിന്നിത് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യാനകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാത്മാരാമദേവൻ നിർമ്മമൻ നിരാകാരൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ കൺമഷൻ നിർഗുണൻ നിഗമാന്തിവാക്യാർത്ഥവിദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജനാതിഷേവിതൻ നിഷ്കാമൻ നീമിനാമൃതയൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസപത്മനൃപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിവിത്തവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മകൻ സത്രാമാത്രകനല്ലോ നിന്തിരുവഴി നൂനം. നിന്തിരുവഴിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ഡങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിച്ചിടുവൻ എന്ത് കാരണം പറ്റി? ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരപക്ഷ്യം വ്യക്തമായി കാണായി വന്നു. മുക്തയാം എനിക്കിപ്പോൾ പുത്രാർദ്ധാകുല സംസാര ദുഃഖാംബുധവും നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്ന് നിൻ പാദാംഭോജം കാണാനും യോഗം വന്നു. ത്വൽക്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം. ത്വൽക്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം. ഈ കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ്വരാ മോഹിപ്പിച്ചിടായമാം ലക്ഷ്മീപദേ. ഹരേ രാമ 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 ഹരേ ഹരേ. മാധവേട്ടൻ വായിക്കാൻ സന്തോഷം. മാധവേട്ടനുണ്ടോ? മാധവേട്ടൻ യാത്രയിലാണെന്നാണ് പറഞ്ഞത്, ബസ്സിലാണ്. ഇനി വേറെ ആരും വായിക്കാൻ ഹരേ രാമ.
ഞാൻ ബസ് യാത്രയിലാണ്, ഏത് ക്ഷമിക്കണം. ഭാഗമായിരുന്നു ഞാൻ ഒന്ന് ആന്റി പറഞ്ഞു? ആന്റി ആന്റി ഒന്ന് നോക്കിയാ ആന്റി, ആന്റിക്ക് വായിക്കാൻ പറ്റുമെന്ന്. ഏതായിരുന്നു? രാജാജി എവിടെയായിരുന്നു? ആ മ്യൂട്ട് ഒന്ന് മാറ്റി നോക്കുക. 650 ഞാൻ വായിക്കട്ടെ? ആ കവിതാശോക് ചേച്ചി വായിക്കും, ചേച്ചി വായിക്കും, ചേച്ചി വായിച്ചോളൂ. ആ മ്യൂട്ട് മാറ്റി. ലക്ഷ്മി പദവരല്ലേ? നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു ഞാൻ പാദാംഭോജം കൺമാനം യോഗം വന്നു. കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം. ഇക്കാണാകിയ രൂപം ദുഃഖൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ ലക്ഷ്മീപദേ കേവലമൗലികീകം വൈഷ്ണവമായ രൂപം ദേവേശമറക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാ ശ്ലേഷാദ്യനോരു രൂപമായിരിപ്പോരോ ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തിപൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു, മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം. ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദർശനം മോക്ഷത്തിനായിട്ടുള്ളോരില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൽകന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്യനിക നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ. ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപനര ബിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭൂമി വന്നവതാരം ചെയ്താൻ. നന്ദനുണ്ടായതെന്നാശു കേട്ടൊരു പന്തി സന്തനനത പരമാനന്ദാകുലനായാൻ. പുത്രജന്മത്തെ ചൊന്ന കൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദിഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്രാജ്യം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ. ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേയി സുതൻ പിറ്റേന്നാളും. സുമിത്രാപുത്രന്മാരുണ്ടായി തിരുവരും മമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും. പെയ്തിതു സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നൗഘവസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം. വിണ്ണവർ നാട്ടിലു ഉണ്ടായതു
സമസ്ത ലോകങ്ങളും ആത്മാവാമിവ മംഗലേ രമിച്ചിടും നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനും രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയിതനയനും ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയനും ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുബിന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യന്മാരുമായി ആനന്ദിച്ചാൻ. സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു വയസാംശാനുസാരവശാൽ. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണപാങ്ക വീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണലാപപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദ പ്രദദേഹമാർദ്ദവം കൊണ്ടും ബന്ധുകദന്താംബര ചുംബനരസം കൊണ്ടും ബന്ധുരദന്താങ്കുര സ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജദ്വയനാദ്വയയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാ ചേതിഷ്ടതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം. ഫാലദേശാന്തേ സ്വർണാശുദ്ധവർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതിമഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പണ സമാഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ടകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസിചാർത്തും തുളസീമാല്യങ്ങളും നിസ്തുല പ്രഭവത്സരാഞ്ജനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കുനാഥൻ. ഭർത്താവിനധിവാസമുണ്ടായോരയോധ്യയിൽ കൊൽത്താർമാനിനിതാനും കളിച്ചു വിളങ്ങിനാൾ. ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം പൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതുമല്ലേ. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമനുഭവിച്ചിതു ബാലന്മാരെ. ശ്രുതികളോടു പുനരംഗങ്ങളും ഉപാംഗങ്ങൾ സ്മൃതികളുപമസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതമവ പാടവമേറും
നിജശാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. സഹസ്രപത്രോത്ഭവപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ. ധനുർവേദാംഭോ നിധിപാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടോരു ദശരഥൻ. മനസ്സി വളർന്നോരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയു ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ. കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഹൃത്യകഭാവം കൈക്കൊണ്ടാരനുദിനം. രാഘവനതു കാലമേകദാ കുതൂഹലാൽ വേഗമേറിരുന്നൊരു തുരകരത്നമേറി പ്രാണസംവിധനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര കണ്ടധ്യായുധങ്ങളും പൂണ്ടു കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി. കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ. ഹരിണ ഹരികരി കരടി ഗിരികരി ഹരിശാർദൂലാദികളമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ശുദ്ധായ കുളിച്ചുത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനക ജനനിമാചരണാംബുജം വന്ദി ജനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാന്മനാം മൃഷ്ടഭോജനം കഴിച്ചത്. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്ത ദേവം ഭൂമിപാലക വൃത്തി കൈക്കൊണ്ടു വാണിടിനാൻ. ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനില്ലല്ലോ വികാരവും. ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാമനേട്ടാ, ഇന്നത്തെ ഭാഗം കഴിഞ്ഞില്ലേ? ശിവൻ രാമായണ കഥ പറയുന്ന സന്ദർഭം മുതലാണ് നമ്മൾ ഇന്ന് വായിച്ചത്. അപ്പോൾ ശിവൻ രാമായണ കഥ പറയുന്നത് പാർവതി ദേവിയുടെ അപേക്ഷ കേട്ടിട്ടാണ് ഭഗവാൻ പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ പറഞ്ഞുകൊള്ളുന്നു, സുന്ദരി കേട്ടുകൊള്ളുക. അപ്പോൾ അവിടെ നിന്ന് നോക്കുക, ഭഗവാൻ പാർവതി ദേവിയോട് പറയുകയാണ് സുന്ദരി. അതായത് ഈ ലോകത്തെ എപ്പോഴും സൗന്ദര്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മമാരാണ്, അല്ലേ? അമ്മയുടെ മുഖമാണ് ഒരാൾക്ക് ഏറ്റവും സൗന്ദര്യമായ മുഖം എന്ന് തോന്നുന്ന ആരുടെ മുഖമാണ്? അമ്മയുടെ മുഖമാണ്. അതിലപ്പുറം സൗന്ദര്യമായ ഒരു മുഖം ഒരു പുത്രനും പുത്രിയും കാണാൻ സാധ്യമല്ല. ഭർത്താവും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൾ എത്ര വിരൂപയാണെങ്കിലും എത്ര മോശക്കാരിയാണെങ്കിലും അവളെ സുന്ദരിയായിട്ട് തന്നെ കരുതണം തീർച്ചയായും. എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിട്ടുവീഴ്ച കൊണ്ട് വിജയം ഉണ്ടാകും. പക്ഷെ ഇവിടെ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോട് പറയുകയാണ്, സുന്ദരി ഈ കഥ നീ കേട്ടുകൊള്ളൂ. പണ്ട് ബ്രഹ്മാവ്
ബ്രഹ്മാവിന്റെ നിർദ്ദേശം മനുഷ്യർക്ക് അത്രപ്പെടുത്തുന്നതിന് വേണ്ടി ജീവിതത്തിനാളായി വാൽമീകി രാമായണം എടുത്തു. അപ്പൊ ചുരുക്കി ശ്രീരാമൻ കണ്ടൊരു നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വോയിസ് ക്ലിയർ ആവുന്നില്ലല്ലോ. ഇത് പഠിക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് എന്തുണ്ടാവുന്ന പറയുക, പുത്രസമ്പത്ത്, ധനസമൃദ്ധി, ദീർഘായുസ്, മിത്രസമ്പത്ത്, രോഗശാന്തി ഉണ്ടാകും. അത് മാത്രമല്ല, മനുഷ്യ ജന്മത്തിന് അതിന്റെ ലക്ഷ്യം എന്താണ്? മുക്തിയാണ്. ആ മുക്തി വേണമെങ്കിൽ ഏത് മാർഗമാണ് എളുപ്പമാർഗം? അത് ഭക്തി മാർഗമാണ്. കർമ്മമാർഗത്തിലൂടെ, ഭക്തി മാർഗത്തിലൂടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാത്വിക ഭാവത്തിലുള്ള ഭഗവാൻ ശ്രീരാമൻ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നശിപ്പിച്ച് ആ സാത്വിക ഭാവത്തിലേക്ക് അവിടുന്ന് എത്തിച്ചേരുകയാണ്. നമ്മുടെ ആത്മാവും അങ്ങനെയല്ലേ വേണ്ടത്? തീർച്ചയായും ഈ ജീവിതയാത്രയിൽ രജോ ഗുണത്തെയും തമോ ഗുണയും തോൽപ്പിച്ച് നാം സാത്വിക ഗുണം എത്തിച്ചേരണമെന്ന് ഇവിടെ ഭഗവാൻ നമ്മോട് പറയുന്നു. പിന്നെ പറയുന്നു, രാവണൻ മുതലായ രാക്ഷസന്മാരുടെ ഭാരം കൊണ്ട് ദുഃഖിയായ ഭൂമിദേവി പശുവിന്റെ ഗോവിന്റെ രൂപം ധരിച്ചാണ് ദേവന്മാരോടും താപസന്മാർ ബ്രഹ്മലോകത്തിലെത്തി കരഞ്ഞുകൊണ്ട് തന്റെ സങ്കടം ബ്രഹ്മാവിനെ അറിയിക്കുന്നത്. ബ്രഹ്മാവ് അല്പനേരം ആലോചിച്ച ശേഷം പറഞ്ഞു, ഈ വേദനയെല്ലാം വേദനാനായകനായ വിഷ്ണുവിനോട് പറയുക നിവൃത്തിയുള്ളൂ. എല്ലാം അവസാനം ആരോട് പറഞ്ഞ രക്ഷയുള്ളൂ? ഭഗവാനോട് പറഞ്ഞ വിട്ടയുള്ളൂ എന്ന് പറഞ്ഞ് ദേവന്മാരോടൊപ്പം എന്നെയും കൂട്ടി, എന്നതോടെ പരമേശ്വരനെയും കൂട്ടി പാൽക്കടൽ തീരത്തെത്തി. ദേവർഷിമാരും ബ്രഹ്മാവും ഭക്തിപൂർവ്വം പുരുഷസൂത്രം ചൊല്ലി മഹാവിഷ്ണുവിനെ സ്തുതിച്ചത്രേ. അപ്പോൾ 10,000 സൂര്യന്മാർ കിഴക്കുതിച്ചുയരുന്നത് പോലെ തേജോമയനായ ശ്രീ പത്മനാഭനെ ബ്രഹ്മാവിനെ കാണാൻ കഴിഞ്ഞു. മുക്തന്മാരായ സിദ്ധയോഗികൾ പോലും കാണാൻ പ്രയാസമുള്ള ഭഗവാന്റെ മനോഹരവും പൂനിലാവിന്റെ പുഞ്ചോടി കൂടിയ ആ ദിവ്യരൂപം കണ്ട് അവരെല്ലാം ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ ആ ഭഗവാന്റെ രൂപം കണ്ട് പരമാനമൂർത്തിയ ഭഗവാനെ അങ്ങ് ജയിച്ചാലും, അല്ലയോ ഭഗവാനെ, ഞങ്ങൾക്ക് ഇവിടെ എന്താ പ്രപഞ്ചം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ലോകനാഥ, അവിടത്തേക്ക് നമസ്കാരം. വേദപഠനം, തപസ്, ദാനം, യാഗം തുടങ്ങിയ കർമ്മങ്ങൾക്കൊന്നും ഒരുത്തനും മോക്ഷം ലഭിക്കുകയില്ല. ഇനിയോ മുക്തി ലഭിക്കാൻ അങ്ങയുടെ പാദങ്ങളിൽ ദൃഢമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല. അവിടെ ഭഗവാൻ പറയുന്നുണ്ട്, അതായത് ഭഗവാങ്കിൽ നിന്നും ഈ ഭൂമിയിലേക്ക് 2 കാര്യങ്ങളാണ്. ഒന്നെന്താണ്? ഗംഗാദേവി, അല്ലെ? ആ ഗംഗാദേവി ഭഗീരഥനാൽ ഏറ്റുവാങ്ങി നമുക്ക് ഭഗവാന്റെ ശിവരത്തിലേക്ക് ഭഗീരഥനാൽ കൊണ്ടുവന്ന ഭൂമിയിലേക്ക് നമ്മുടെ മനുഷ്യന്റെ പാപം, ഭൂമിയുടെ പാപം, പാപഭാരതത്തിന് വന്നു. അതുപോലെ അവിടുത്തെ വാണിയിൽ നിന്നും എന്തുണ്ടായി? അവിടുത്തെ വാണിയിൽ നിന്നുണ്ടായതാണ് ഭാഗവതം, അല്ലെ? ആ ഭഗവാന്റെ കഥകൾ, അത് ഭഗവാന്റെ ആ കഥകൾ കേൾക്കുകയും പറയുകയും ചൊല്ലുന്നത് നമുക്ക് മുക്തി ലഭിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ രാമായണത്തില് ആ മുക്തി ലഭിക്കാൻ ഭക്തി അല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഭക്തവത്സരായ ഭഗവാനെ ലൗകിക ക്ലേശത്താൽ ഉണ്ടാകുന്ന രോഗങ്ങളിൽ ദുഃഖിക്കുന്ന മനുഷ്യർക്ക് അങ്ങയെക്കുറിച്ചുള്ള ഭക്തി ഒന്ന് മാത്രമാണ് ഔഷധം. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഭഗവാൻ ഭൂമിയിലേക്ക് ഓരോ ജീവികളെ അയക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവാം അതെല്ലാതാക്കാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ്? ഓരോ വൃക്ഷലതാദികളും ഔഷധങ്ങളെ നിറച്ചാണ് ഭഗവാൻ ഭൂമിയിലേക്ക് അയക്കുന്നത്. ആ ഔഷധങ്ങളെ മനസ്സിലാക്കുന്നതിന് നമുക്ക് കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മോടൊപ്പം ഒരു ജീവിയോടൊപ്പം ഇവിടെ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഉണ്ടാകുന്ന രോഗങ്ങൾ ഇതിലെല്ലാം മരുന്നും ഇവിടെ തന്നെ തരുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇന്ന മന്ത്രമക്ഷരം നാസ്തി, ഇന്ന മൂലം ഔഷധം നാസ്തി, അയോഗ്യ പുക്ഷോ നാസ്തി, യോജക തത്ര ദുർലഭം. ഭഗവാൻ നമുക്ക് മോക്ഷത്തിലുള്ള മാർഗ്ഗങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചെടികളിലും ഔഷധം നിറച്ചു വെച്ചിട്ടുണ്ട്. ഔഷധങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സത്യം നമ്മുടെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് ജയശങ്കർജി നമുക്ക് സൗന്ദര്യലഹരി അദ്ദേഹത്തെ വളരെ മനോഹരമായി പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഭജവും തുടങ്ങി. അതുപോലെ പലരും അത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ആ ഉപാസനയിലെ സൗന്ദര്യ ഉപാസന എത്രയോ പേര് ഭാരതത്തിൽ ഇവിടെ ലോകത്തെ പല സ്ഥലത്തും ആൾക്കാർ ചെയ്യുന്നു. ഇതൊക്കെയാണ് ആ സത്കർമ്മങ്ങൾ. അങ്ങനെ അതിലൂടെയൊക്കെ നമ്മൾ ഭക്തി, ജ്ഞാനം ഉണ്ടാവുകയും ആ ജ്ഞാനത്തോടൊപ്പം ഭക്തി വർദ്ധിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പൊ ജ്ഞാനവും വേണം, ഭക്തിയും വേണം. അതോടൊപ്പം എന്ത് വേണം? വൈരാഗ്യവും വേണം. വൈരാഗ്യം ഉണ്ടാവണം, ഇല്ലേ? നമ്മൾ രാമായണം വായിക്കുക, രാമായണ കഥകളൊക്കെ നമുക്ക് കേട്ട് എല്ലാവർക്കും പരിചിതമാണ്. എങ്കിലും എത്ര കേട്ടാലും നമുക്ക് മതിയാവൂല. നമ്മൾ പറയുമ്പോൾ 2 കാര്യം പറഞ്ഞാലേ, നമ്മുടെ അമ്മ, അതുപോലെ ആന, ആഴി. ഞാൻ എപ്പോഴും പറയണം, അമ്മ, ആന, ആഴി എത്ര കണ്ടാലും മതിയാവൂല. അമ്മയെ കണ്ടാൽ മതിയാവൂല. ആഴി, കടൽ അതുപോലെയാണ്. അവൻ ആന. അതുപോലെ തന്നെ രാമായണ കഥ നേരത്തെ പറഞ്ഞ പോലെ എത്ര കേട്ടാലും മതിയാവൂല. എങ്കിലും അതിന്റെ തത്വത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ്
നമ്മുടെ ലക്ഷ്മീകാന്തനും ലോകനാഥനുമായ പരമാനമൂർത്തിയും പരമനും പരമാത്മനുമായ പരബ്രഹ്മം എന്ന പേരുള്ള ഭഗവാനെ അങ്ങ് നാരായണ അങ്ങ് ജയിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ വാഴ്ത്തി തുതിക്കുകയും ആ വാഴ്ച ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി തിടുക്കത്തിൽ എന്നെ വരാൻ എന്താണ് കാരണം എന്ന് ഭഗവാൻ ചോദിക്കുകയും അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഈ ലോകത്തെ അങ്ങയ്ക്ക് അറിഞ്ഞുകൂടാത്തതായി യാതൊന്നുമില്ലല്ലോ, പക്ഷെ അങ്ങയ്ക്കറിയാം ഈ 3 ലോകവും നശിച്ചു. അതിനായിട്ട് ആ പൗലോച്യതനായ രാവണൻ മൂലം ഈ ലോകം, ഈ ഭൂമി മാത്രമല്ല ഭൂമിയും പാതാളവും സ്വർഗവും എല്ലായിടത്തും നാശം, സാത്വിക നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനില്ലാതാക്കാൻ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരാണ് ആശ്രയം എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അദ്ദേഹത്തെ വാഴ്ത്തി ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, തീർച്ചയായും ദയാന്തിയായ ഭഗവാനെ അങ്ങ് ഞങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണ്ട് കശ്യപ പ്രജാപതി പുത്രനുണ്ടാകാൻ വേണ്ടി വളരെ കാലം എന്നെ തപസ് ചെയ്തു. കശ്യപ പ്രജാപതി സന്തുഷ്ടനായി ഞാൻ കശ്യപനൊരു വരം നൽകിയിട്ടുണ്ട്, ആ വാക്ക് കൃത്യമാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് തന്നെ പ്രയത്നിക്കുന്നതാണ് എന്നും പറഞ്ഞ് ഭഗവാൻ അയോധ്യയിൽ ദശരഥൻ എന്ന പേരോട് രാജായി വസിക്കുന്നുണ്ട്. ആ കശ്യപ പത്നിയെ അതിഥി കൗസല്യ എന്ന പേരിൽ അവിടെ ഉണ്ട്, അവരുടെ പുത്രനായി ജനിക്കുമെന്ന് അവരോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, എൻ്റെ സഹോദരന്മാരായി 3 പേരുണ്ടാവും. എൻ്റെ ശക്തിയായ യോഗമായ ജനകന്റെ കൊട്ടാരത്തിൽ അയോനിജിയായി രാവണന്റെ വംശവാസത്തിന് വേണ്ടി ജനിക്കും. ദേവന്മാരെല്ലാം വാനരന്മാരായ ഭൂമിയിൽ ജനിക്കണം. ഭൂഭാരത്താൽ ഭൂദേവിക്കുണ്ടായ വേദന ഞാൻ തീർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ബ്രഹ്മാവ് ആ വേദനായകനായ ബ്രഹ്മാവിനെ അയച്ചിട്ട് മഹാവിഷ്ണു പറഞ്ഞു. ബ്രഹ്മാവ് വിഷ്ണുവിനെ നമസ്കരിച്ചു. ആ നായകനായ മഹാവിഷ്ണു മറഞ്ഞു നിൽക്കു നോക്കി ദുഃഖമില്ലാതെ സന്തുഷ്ടരായ ദേവന്മാർ 10 നമസ്കരിച്ചു. അങ്ങനെ അസുരന്മാരുടെ ശത്രുവും കരുണാധിപ ലക്ഷ്മീപതിയുമായ മഹാവിഷ്ണു മനുഷ്യരായി ജനിക്കുമെന്ന് അവർക്ക് ബോധ്യമായി. അങ്ങനെ ഭഗവാൻ അനുഗ്രഹത്താല് അങ്ങനെ പുത്രാലോചന നടക്കുകയും പുത്രലാഭാലോചന എന്നാ പറഞ്ഞിരിക്കുന്നത്. പുത്രലാഭം ഉണ്ടാക്കുന്ന എന്തിനു വേണം? തൻ്റെ ദശരഥന് തൻ്റെ ഗുരുവായ വസിഷ്ഠന്റെ നിയോഗമനുസരിച്ച് വിഭാണ്ഡകന്റെ മനായ ഋഷ്യശങ്കരനെ വരുത്തുകയാണ്. ആ ഋഷ്യശങ്കരന് എവിടെയാണ്? സരയൂ നദിയുടെ തീരത്തില് യാഗശാല പണിത് രാജാവ് യാഗദീക്ഷ സ്വീകരിച്ച് അശ്വമേധയാഗം നടത്തി. അനന്തരം താപസന്മാരും ആലോചിച്ച് വിശ്വനായകന് സമനായ ദശരഥൻ വിശ്വനാഥനായ വിഷ്ണുവിനെ അവതരിപ്പിക്കുന്നതിനായി വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഋഷ്യശങ്കരനെ കൊണ്ട് പുത്രകാമേഷ്ടിയാഗം നടത്തി. ഋഷ്യശങ്കരൻ നടത്തിയ ഹോമം കൊണ്ട് ദേവന്മാർ സന്തുഷ്ടരായി. അഗ്നിദേവൻ പായസം നിറച്ച സ്വർണ്ണപാത്രവും കയ്യിലേന്തി ഹോമകുണ്ടത്തിൽ പ്രത്യക്ഷനായത്രേ. എന്നിട്ട് ദേവനിർമ്മിതമായ ഈ പായസം നിനക്ക് പുത്രൻ ഉണ്ടാകാൻ വേണ്ടിയുള്ള എന്ന് പറഞ്ഞ് പായസം ദശരഥനെ ഏൽപ്പിച്ച് അഗ്നിദേവൻ പറഞ്ഞു. ഋഷ്യശങ്കരന്റെ ആജ്ഞാനുസരിച്ച് പായസം സ്വീകരിച്ചിട്ട് മഹാദേവൻ മഹാരാജാവ് താപസന്മാർക്ക് ദക്ഷിണ നൽകി നമസ്കരിച്ചു. അനന്തരം ദശരഥൻ കൗസല്യക്ക് പായസത്തിൽ പകുതി കൊടുത്തു. സന്തോഷം കൊടുക്കുകയാണ്. സന്തോഷത്തോടു കൂടി മനപ്രയാസത്തോടെ പകുതി കൈകേയിക്ക് നൽകി. തനിക്ക് കിട്ടിയിൽ പകുതി കൗസല്യ സുമിത്രയ്ക്ക് കൊടുത്തു. അത് കണ്ട കൈകേയും പകുതി സുമിത്രയ്ക്ക് നൽകി. അത് കണ്ട് രാജാ സന്തുഷ്ടനായി. പ്രജകൾക്കെല്ലാം ആനന്ദം പറഞ്ഞുകൊണ്ട് രാജ്ഞികൾ 3 ഗർഭം ധരിച്ചു. അതറിഞ്ഞ ദശരഥൻ ബ്രാഹ്മണർക്ക് വരുത്തി ആ ഗർഭരക്ഷയ്ക്കുള്ള ജപഹോമാദികളൊക്കെ ദിവസവും നടത്തി. അതൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാടുണ്ട് അല്ലെ. ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ആ ഗർഭം എടുക്കുന്ന ദിവസം മുതൽ പ്രസവിക്കുന്നവരെ ഓരോ മാസവും ഓരോരോ മരുന്നുകളുണ്ട്, ഓരോരോ ജപങ്ങളുണ്ട്, ഓരോരോ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളുടെ സത്പുത്രൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം ദശരഥൻ നടത്തുകയും അത് ഗുരുവിന്റെ ഉപദേശത്തിൽ അവിടെയും പറയുന്നുണ്ട്. ആ ഗുരുവിന്റെ ഉപദേശത്തിൽ കർമ്മങ്ങളൊക്കെ നടത്തി അങ്ങനെ അവരെ ഭൂമിയിൽ ഗർഭകാലം പരിപൂർണമായപ്പോൾ 4 കുമാരന്മാർ പിറന്നു. ആ കർക്കിടകത്തില് ചന്ദ്രനോടുകൂടി വ്യാഴം, അതിനൊക്കെ പറയാൻ വ്യാഴം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വിഷ്ണുവാണ്, എല്ലാ ഗ്രഹങ്ങൾക്കും നാഥനായിരിക്കുന്ന വ്യാഴമാണ്. വ്യാഴത്തിന്റെ സ്ഥിതിയാണ് സമ്പത്ത്, ആയുസ്, ആരോഗ്യം, ബലം, ശക്തി, ബുദ്ധി, ഇതെല്ലാം വ്യാഴത്തെ ആസ്പദമാക്കിയാ പറയുന്നത് ജ്യോതിഷത്തില്. അങ്ങനെ ആ വ്യാഴം ഇവിടെ കർക്കിടക ലഗ്നത്തിൽ ചന്ദ്രനോടുകൂടി വ്യാഴം നിൽക്കുകയാണ്. ചന്ദ്രനെ കൊണ്ട് ആരെയാ പറയുന്നത്? മനസ്സിനെയാണ്. വ്യാഴവും ചന്ദ്രനും ചേർന്നിരിക്കുക എന്താണ്? ആ മനസ്സുകൊണ്ട് മനസ്സിന് ശക്തിയുള്ള ആ പരിപൂർണനായിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും പിറക്കുക. അങ്ങനെ പിറന്നത് ആ മനുഷ്യനായി ഭഗവാൻ അവതാരമെടുത്തു. അങ്ങനെ പരമാത്മാവും ലോകനാഥനും ജനനമില്ലാത്തവനുമായ ഭഗവാൻ നാരായണൻ തന്റെ ചിഹ്നങ്ങളോടുകൂടി കൗസല്യയുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ഇത് ഭഗവാന്റെ ഇതിലേക്ക് പറയുകയാണ്. കൗസല്യാദേവി ഭഗവാനെ പറയുകയാണ്, ഭഗവാനെ ഈ പ്രപഞ്ചം രക്ഷിച്ചും ശ്രീ ഭഗവാനെ അവിടുന്ന് എന്ത് ചെയ്യണം? എനിക്ക് പുത്രനായി പറഞ്ഞു. അങ്ങനെ പക്ഷേ അങ്ങയുടെ ഉദരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ബ്രഹ്മാണ്ടങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ എന്റെ ജഡത്തിൽ വന്നു കിടക്കുന്ന അല്ലയോ ഭഗവാനെ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ
ഭഗവാൻ പറയുന്നു ഞാൻ എപ്പോഴും ഭക്തന്റെ ദാസനാണ്. ഭഗവാൻ പറയുന്നു ഞാൻ ഭക്തന്റെ ദാസനാണ്. നോക്കൂ, നമ്മൾ ഈ രാമായണം വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ നമ്മൾ ലോകം മുഴുവൻ പ്രചരിക്കുമ്പോൾ നമ്മൾ യഥാൽ ഭഗവാന്റെ ഭക്തന്മാരെ ദാസന്മാരെ മാറുകയാണ്. അപ്പൊ നമ്മൾ ഓരോന്നും പറഞ്ഞു ഓരോരുത്തരും എല്ലാവരും ഭഗവാന്റെ നാമങ്ങള്, ഭഗവാന്റെ കീർത്തനങ്ങള്, ഭഗവാന്റെ രൂപങ്ങള്, ഭഗവാന്റെ ഗുണങ്ങള്, അതൊക്കെ നമ്മൾ എല്ലാവർക്കും പറയുകയാണ്. ലോകം മുഴുക്കെ നമ്മൾ രാമായണ കാറ്റിലൂടെ ഇന്നിപ്പോ ഇവിടെ UK വരെ ഇങ്ങനെ വ്യാപരിച്ചു. നാരായണത്തിൽ പറഞ്ഞ ഭാഗ്യം എന്നല്ല ഹന്ത ഭാഗ്യം ജനനം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. അങ്ങനെ ഭഗവാൻ രൂപം കാണിച്ചിട്ട് എൻ്റെ രാമനൊന്ന് വായിച്ചെടുത്തു അല്ലേ? ഇല്ല. അപ്പൊ നമ്മൾ അവിടെ അങ്ങനെ ഭഗവാൻ ഇവിടെ വന്നിട്ട് അമ്മ ചോദിക്കും, അമ്മേ ഈ കാണേണ്ട രൂപമെല്ലാം അവിടെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം എന്ന് പറയുകയാണ്. ലക്ഷ്മീപതിയായ ലോകനാഥ, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന നിന്റെ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ ഭഗവാനെ, അങ്ങയുടെ രൂപം എൻ്റെ മനസ്സിലുണ്ടാവേണേ. അലയോ ദേവേശ, അലൗകികമായ അങ്ങയുടെ വിഷ്ണുരൂപം മറ്റുള്ളവർ കാണുമ്പോൾ മറച്ച് കാരുണ്യവാരിധേ, ലാളിക്കാനും ആലിംഗനം ചെയ്യാനും മറ്റും പറ്റിയ ബാലരൂപത്തെ എനിക്ക് കാണിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. പുത്രവാത്സല്യം വന്ന് വ്യാജേന അങ്ങയെ പരിചരിച്ച് ദുഃഖപൂർണമായ സമുദ്രം കിടക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തരണം. അപ്പൊ ദുഃഖപൂർണമായ സമുദ്രം നമുക്ക് കടക്കുന്നതിന് ആരുടെ അനുഗ്രഹം വേണം? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. കൗസല്യാതെ ഈ പ്രാർത്ഥിച്ച പ്രവർത്തനം എല്ലാം ചെയ്യാമെന്ന് ഭഗവാൻ അങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഭഗവാന്റെ ബാല്യത്തെയും കൗമാരത്തെയും കുറിച്ചാണ് അടുത്ത ബാല്യവും കൗമാരം നമ്മളൊന്ന് വായിച്ചു നടത്തിയത്. അപ്പൊ നമ്മൾ ഏറ്റവും ചുരുക്കി അത് പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ ഉഷോപ്പോൾ അതിനൊക്കെ ചോദിക്കും. വളരെ ചുരുക്കി ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വെച്ച് മാത്രം പറയുകയായിരുന്നു. ഈ പറയുന്ന ഒറ്റ കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മിക്കേണ്ടത് ഒന്നേ ഉള്ളൂ, രാമായണ തത്വമേ ഉള്ളൂ. അതെന്താണ്? രാമായണ തത്വം എന്ന് പറയുന്നത് എന്താണ്? രാമതത്വം എന്താണ്? രാമൻ ആരാണ്? സീത ആരാണ്? രാമൻ എന്ന് പറയുന്നത് സാത്വികമാണ്, സീത ആത്മാവാണ്. രാമൻ എന്ന് പറയുന്ന സാത്വികം, സീത എന്ന് പറയുന്ന ആത്മാവ്. നമുക്ക് എന്ത് ചെയ്യണം? ഈ ജീവിതം എന്ന് പറയുന്ന തോണി യാത്ര ചെയ്ത് നമുക്ക് ആ പരമാത്മാവിൽ ലയിക്കേണ്ടതുണ്ട്, മോക്ഷം ലഭിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും വലുതായിട്ടുള്ള ഭക്തിയാണ്. നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചാലും എത്ര പ്രാവശ്യം കേട്ടാലും മതി വരാത്ത രാമായണം നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ ഭഗവാൻ അവസരം ഉണ്ടാക്കിത്തന്നു. എല്ലാ ബന്ധുജനങ്ങൾക്കും ഒരിക്കൽ കൂടി ഭക്തിയുടെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ജയശങ്കര ജയശങ്കര. ജ്യോതിഷ ഇനി ചോദ്യോത്തര വേളയല്ലേ? അതിന് അതെ പ്രശ്നോത്തരിയാണ്. പ്രശ്നോത്തരിക്കായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഉഷയപ്പോൾ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിലാഷ് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് തയ്യാറായിട്ടിരിക്കുകയാണ്. അല്ലല്ല, തീർച്ചയായിട്ടും അല്ല. ഇതൊരു ഒരു ഫീലിംഗ് അല്ലേ, അപ്പൊ ഇതൊരു കേൾക്കാന്നുള്ളതാണ്. പിന്നെ അതിലും വലിയ സന്തോഷം ഇന്ന് കൊല്ലത്തുനിന്ന് വെച്ചാൽ യഥാർത്ഥ കൊല്ലത്തുനിന്ന് ചേച്ചിയുണ്ട്, എന്റെ ആന്റിയുണ്ട്. ഞങ്ങള് പ്യൂർ കൊല്ലക്കാര്, കൊല്ലം എസ് എൻ കോളേജിന്റെ അടുത്തുള്ളവര്. ബാക്കിയെല്ലാം ദൂരെ ഉള്ളവരാ. ജയിച്ചേക്ക ഇവിടെ ഉഷേട്ടത്തി റെഡിയല്ലേ? ജയശങ്കര ജയശങ്കര ജയശങ്കര. ചോദ്യോത്തരത്തിലേക്ക് കിടക്കാം. വീഡിയോ ഓൺ അല്ലേ ഉഷേപ്പോളുടെ? വീഡിയോ ഞാന് വേറൊരു സ്ഥലത്താ നിൽക്കുന്നത്. ചോദ്യം ചോദിക്കുമ്പോഴേ പുറത്തുനിന്ന് കേൾക്കുമ്പോ ഉണ്ടാവുന്നിരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ചോദിക്കട്ടെ. ഭൂമിദേവി ഏത് രൂപം സ്വീകരിച്ചാണ് തന്റെ ദുഃഖത്തെ ബ്രഹ്മാവിനെ അറിയിക്കാനെത്തുന്നത്? വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഭൂമിദേവിയോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു ബ്രഹ്മാവിന്റെ സവിധത്തിലേക്ക് എത്താൻ? ദേവന്മാരും താപസന്മാരും. ഏത് സ്തുതിയിലൂടെയാണ് ബ്രഹ്മാവ് വിഷ്ണുവിനെ സ്തുതിച്ചത്?
വളരെ ശരി ഉത്തരമാണ്. ഭഗവാനോട് ബ്രഹ്മാവ് അറിയിച്ച ദുഃഖങ്ങൾ എന്തൊക്കെയായിരുന്നു? രാക്ഷസന്മാരുടെ രാവണൻ രാക്ഷസന്മാരെ പിന്നെ യാഗങ്ങൾ മുടക്കുന്നു, പിന്നെ മഹർഷിമാരെ ഭക്ഷിക്കുന്നു, പത്നികളെ പിടിച്ചുകൊണ്ടുപോയി അപ്പൊ ബ്രഹ്മാവിനോട് വിഷ്ണു പറഞ്ഞത് എന്തായിരുന്നു അതിന് മറുപടിയായിട്ട്? ഉടൻ തന്നെ ഞാൻ പുത്രനായിട്ട് ജനിക്കുമെന്ന്. ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ട്. ഭഗവാൻ ദശരഥനും കൗസല്യയ്ക്കും മകനായി ജനിക്കാനുണ്ടായ കാരണം പറയുന്നുണ്ടല്ലോ. അവര് കഴിഞ്ഞ ജന്മത്തിൽ പുത്രനായി ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചത് അത് തന്നെ. അതിഥി ദേവിയുമായിരുന്നു പൂർവ്വജന്മത്തില്. ഭഗവാൻ പുത്രനായി ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ അവരുടെ പുത്രനായി ഭഗവാൻ ജനിക്കും. വളരെ ശരിയാണ് ഉത്തരം. ദശരഥ പത്നിമാർ ആരൊക്കെയാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം. ദശരഥ മഹാരാജാവിന്റെ രാജ്യം ഏതായിരുന്നു? കേസലം. രാജ്യത്തിന്റെ തലസ്ഥാനം അയോധ്യ. അയോധ്യ. ദശരഥ മഹാരാജാവിന്റെ ദുഃഖത്തിന്റെ കാരണം എന്തായിരുന്നു? പുത്രനില്ലാത്ത. അതിനെ ഉപദേശം തേടുന്നത് ആരോടാണ്? വസിഷ്ഠ മഹർഷിയോട്. വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം ആയിരുന്നു പുത്രകാമേഷ്ടി യാഗം നടത്തുക. പുത്രകാമേഷ്ടി യാഗം തന്നെയാണോ നടത്തണ്ടേ? ആദ്യം അശ്വമേധ യാഗം നടത്തുക, അതിനുശേഷം പുത്രകാമേഷ്ടി യാഗം നടത്തുക. അശ്വമേധ യാഗം നടത്തിയത് ഏത് അശ്വമേധ യാഗം നടത്തിയത്? വൈഭാണ്ഡകൻ എന്ന മഹർഷിയാണ് അശ്വമേധ യാഗം നടത്തിയത്. ആരാണ്? ഏത് നദിയുടെ തീരത്തായിരുന്നു? ഇന്നലെ എന്നോട് അഭിലാഷ് ജി പറഞ്ഞു നദിയൊന്നും ചോദിക്കരുത്. ഞാൻ പക്ഷെ ഇത് രാവിലെ എടുത്ത് എനിക്ക് ഞാൻ വായിച്ചു ഓർമ്മയുണ്ട്, പക്ഷെ എല്ലാം മനസ്സിൽ നിൽക്കുന്നില്ല. അതാ കഷ്ടം. ഉത്തരകാശി യാഗാഗ്നിയിൽ നിന്നും പായസം സ്വർണ്ണ പാത്രത്തിൽ പായസം ആരാണ് വന്നത്? അതെങ്ങനെയാണ് ആ പായസം? അഗ്നിദേവൻ സ്വർണ്ണപാത്രത്തിൽ കൊടുക്കുകയും അത് ദശരഥന് കൊടുക്കുകയും ദശരഥ കൗസല്യാദേവിക്ക് കൊടുക്കുകയും കൗസല്യാദേവി സുമിത്രയ്ക്ക് പാതി കൊടുക്കുകയും ഓരോ ഭാഗം സുമിത്രയ്ക്ക് കൊടുത്തു. അത് തന്നെ, കറക്റ്റ്. കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു, ബാക്കി പകുതി കൈകേയിക്കും കൊടുത്തു. പിന്നെ തനിക്ക് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. ധർമ്മത്തിലെ ഷോഡശ സംസ്കാരം അനുസരിച്ചുള്ള 2 ക്രിയകള് ദശരഥ മഹാരാജാവ് ഗർഭവതികളായ തന്റെ ഭാര്യമാർക്ക് വേണ്ടി ചെയ്തു. ഏതൊക്കെയായിരുന്നു? വളരെ ശരിയാണ്. ശ്രീരാമന്റെ നക്ഷത്രം
വളരെ ശരിയാണ്. മേടമാസത്തിലാണ് ഇവരെ ജനിച്ചത്. പേരും ജനിക്കുന്നത്. ഭരതന്റെ നക്ഷത്രം ലക്ഷ്മണന്മാര് പിറ്റേ ദിവസമാണല്ലോ ആയിക്കടി. ആയില്യം. ഇനി ഇവരുടെയൊക്കെ ഭരതൻ ആരാണ് ഭരതനായിട്ട് ജനിക്കുന്നത്? കൈകേയുടെ പുത്രൻ. കൈകേയുടെ പുത്രനാണ് ഭഗവാൻ. ശരിയാണ്, വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഭഗവാന്റെ സുദർശന ചക്രം ആരായിട്ടാണ് അവതരിക്കുന്നത്? സുദർശന ചക്രം ആരായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്? ഭരതനല്ല, ശംഖ്. പാഞ്ചജന്യം എന്ന ശംഖാണ് ഭരതനായി ജനിച്ചത്. ശത്രുഘ്നൻ. ഇനിയും ലക്ഷ്മണൻ ആരായിരുന്നു? ആനന്ദൻ. വളരെ ശരിയാണ്. പിന്നെ 11ാമത്തെ ദിവസം നാമകരണം ചെയ്തായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. ആരായിരുന്നു ചെയ്തത്? വസിഷ്ഠ മഹർഷി. ഉത്തരം വളരെ ശരിയാണ്. ഇപ്പൊ എല്ലാവരും നല്ലതായിട്ട് പങ്കെടുത്തു. നല്ല ഉത്തരങ്ങളെല്ലാം കിട്ടി. വളരെ സന്തോഷം. നമ്മള് അഭിലാഷി സ്കോർ ചെയ്തില്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ചെയ്തില്ല അല്ലെ? അതിന് അവസരം ചേച്ചി ആദ്യത്തെ കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ ദിവസം നമുക്ക് എളുപ്പമാവും. ഒരു പ്രധാന ചോദ്യം കൂടെ ചേച്ചി ചോദിക്കായിരുന്നു. ഭഗവാൻ ജനിച്ച രാശി അതുകൂടെ ചോദിക്കായിരുന്നു. ഒരുപാടുണ്ട്. ഭൂമിയല്ലോ തിഥി. അപ്പൊ തിഥി എന്തുവാന്ന് ചോദിക്കാം. വസിഷ്ഠൻ ആരുടെ പുത്രനാണെന്ന് ചോദിക്കാം. അതെ, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മള് മകരൻ രാശിയിലാണ് ജനിക്കുന്നത്. മകരൻ രാശിയില് തിഥിയില് നവമി തിഥിയില് എല്ലാവരും വളരെ സന്തോഷം. എല്ലാവരും ശരിയായ ഉത്തരങ്ങൾ ഒരുപാട് എല്ലാരും തന്നെ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. വളരെ ഒരു സന്തോഷം. നല്ല സ്പഷ്ടമായിട്ട് വാമനേട്ടൻ അത് അവതരിപ്പിച്ചോണ്ട് പെട്ടെന്ന് നല്ല രീതിയിൽ വാമനേട്ടൻ ആ കഥ അങ്ങനെ ഒഴുക്കായിട്ട് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി. സന്തോഷം. ഞാൻ വായിച്ചോണ്ടിരുന്നിട്ട് പിന്നെ ഞാൻ നിർത്തി അത് കേൾക്കാൻ വേണ്ടിയിട്ട്. വളരെ സന്തോഷം. ഇനി നാളെ കാണാം. ജയശങ്കര നമുക്കിന്ന് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ജയേട്ടനെ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചു കൊള്ളുന്നു. ഇന്നത്തെ രാമായണ വളരെ ഭംഗിയായി. എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സത്യത്തില് ജ്യോതിഷ് അങ്ങനെ പറയുമ്പോ ഏറ്റവും രസകരമായി തോന്നുന്ന ഈ പ്രശ്നോത്തരിയാണ്. കാരണം ആ പാരായണം ചെയ്തതിനു ശേഷം എല്ലാവരും ചിരിച്ചും കളിച്ച് ഇടയ്ക്ക് അഭിലാഷി എന്ന് ചിരക്കി ചൊടിപ്പിക്കുക എന്നുള്ളത് അതൊരു രസമാണ്. അത് അഭിലാഷി അത് അങ്ങനല്ല. ചുക്കില്ലാത്ത കഷായമില്ല. ഞങ്ങളുടെ ഗുരുനാഥൻ ഇല്ലാതെ ഒന്നുമില്ല. അതെ. ഇതിപ്പോ പറയുമ്പോ 2 വരികളാ ഓർമ്മ വരുന്നത്. മുന്നിൽ നീ നടക്കേണം വഴിയ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഭയം എന്ന് പറയുന്നതുകൊണ്ട് ഭയത്താൽ ഞാനും പുറകെ ഉണ്ട്. വാമനേട്ടനും ഉഷയോപ്പോളും ഒക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതേപോലെ തന്നെ ഇന്ന് വളരെ മനോഹരമായിട്ട് ഇന്ന് പാരായണം ചെയ്തു കവിത ചേച്ചി, അതേപോലെ തന്നെ സാവിത്രി ചേച്ചി, മാറ്റുകൂട്ടുവാനായിട്ട് വാമനേട്ടന്റെ പ്രഭാഷണം, അതിലെല്ലാം സർവോപരി സർവോപരിയായിട്ട് നമ്മുടെ ചോദ്യോത്തരവും എല്ലാം വളരെ ഭംഗിയായി. അപ്പോൾ നമ്മുടെ രാമായണക്കാറ്റ് ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ചരിതാർത്ഥജനകമാണ്. ഇതിനകത്ത് ഇനിയുള്ള ഒരു കാര്യം, ആരാണ് ഈ എഴുത്തച്ഛൻ്റെ ഗുരു എന്ന് ഇന്നലൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ എഴുത്തച്ഛന് ഇപ്പം സത്യത്തില് ആ ഒരു ശ്ലോകത്തില് ഒരു വരിയില്ലേ, എങ്ങനെയാത്, രാമനാമാചാര്യനും എന്നൊരു വാചകം വരുന്നുണ്ട് അല്ലേ? അന്ന് ചൊല്ലാമോ? നീലകണ്ഠ ഗുരു
അങ്ങനെ അതെ. ഹരിനാമ കീർത്തനത്തിൽ ഒരു വരിയുണ്ട്. എഴുത്തച്ഛന്റെ അതിനകത്ത് പറഞ്ഞോട്ടെ. എഴുത്തച്ഛന്റെ ജ്യേഷ്ഠൻ തന്നെയാണ് എഴുത്തച്ഛന്റെ ഗുരുവും. അത് അവിടെയാണ് രാമനാണ് അവിടെയാണ് ഒരു എഴുത്തച്ഛന്റെ തെറ്റ്. കേട്ടോ ഉഷപ്പോളെ, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. ആ. അതാണ് സത്യത്തിലൊരു വലിയ എന്താണ് ഒരു വ്യത്യാസം കണ്ടുവച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ ഇടയിൽ. മൽഗുരുനാഥൻ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് തന്നെ മൽഗുരുനാഥൻ എന്ന് പറയുന്നുണ്ട്, രാമനാമ ആചാര്യനും എന്ന് പറയുന്നു എന്നുള്ളിടത്താണ്. അപ്പൊ എഴുത്തച്ഛൻ തൻ്റെ ജ്യേഷ്ഠനായ രാമൻ എന്ന ഇതാണ് എന്നാണ് ഉള്ളൂരൊക്കെ പ്രസ്താവിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ല. സത്യത്തില് മലയാളത്തിലെ സംസ്കൃത കൃതിയിൽ നിന്നും എന്താണ് ഈ ഭക്തി പ്രസ്ഥാനം തുടങ്ങിയത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ കാലത്താണ്. ആ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ മുകുന്ദമാല എന്നൊരു പുസ്തകം, ഒരു ഭക്തി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ മുകുന്ദമാലയ്ക്ക് മലയാള വ്യാഖ്യാനം ചെയ്തിരുന്ന ഒരു രാഘവാനന്ദ മുനി ഉണ്ട്. ഈ രാഘവാനന്ദ മുനിയുടെ ശിഷ്യനായിട്ട് കേരളത്തിലെ ശുഗപുരം ഗ്രാമത്തിൽ രാമൻ എന്ന പേരിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം രാമൻ നമ്പൂതിരി എന്ന് പറയുന്നു. രാമാനന്ദൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചു വന്നത്. കാരണം കേരള ബ്രാഹ്മണർ മാത്രമേ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ്. ആ കേരള ബ്രാഹ്മണന്മാരിൽ ശുഗപുരം ഗ്രാമത്തിലാണ് ഏറ്റവും ആദ്യമായിട്ട് അത് ഉണ്ടായിരുന്നതും എന്നുമാണ്. അങ്ങനെ രാമാനന്ദന്റെ ശിഷ്യനാണ് ഈ പറയുന്ന എഴുത്തച്ഛനെന്നും ആ രാമനാമ ആചാര്യനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതും എന്നുമാണ്. പിൽക്കാലത്ത് അദ്ദേഹം ആ സംസ്കൃതം ഇദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. എഴുത്തച്ഛനോട് ഇവിടെ മുഴുവൻ ഇത് പ്രചരിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം രാമാനന്ദൻ അതുകൊണ്ട് കാശിക്ക് പോയി എന്നും അവിടെ അദ്ദേഹം ഇതിനെ പിന്നീട് രാമായണത്തെ പ്രചരിപ്പിച്ചു എന്നും ഒരു വലിയ കഥയുണ്ട്. ഇത് അറിവിൻ്റെ കാണാപ്പുറങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഒരു അറിവാണ് എനിക്ക്. വളരെ വിസ്താരമായിട്ടുണ്ടത്. വളരെ വിസ്താരമായിട്ട് അതിനെ ഒരുപാട് ശാസ്ത്രീയമായി റെഫറൻസുകൾ കൊടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെ പറയണമെന്ന് ഞാൻ വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ട ഇന്ന് പറയാം. പക്ഷെ ഒരുപാട് റെഫറൻസ് എടുത്ത് എഴുതി വെച്ചിട്ട് എനിക്ക് പറയാമത്. ശ്ലോകം അങ്ങനെ അങ്ങ് മറന്നുപോയി. ബാൽ ഗുരുനാഥനാം അങ്ങനെ എന്തോ പറയുന്നത്. എന്തെങ്കിലും ആട്ടെ. ജയശങ്കര. അപ്പം എല്ലാവർക്കും വളരെ അഗ്രജൻ മമസതാം വിദൂഷാം അഗ്രേസരൻ മൽഗുരുനാഥൻ അനേക അന്തവാസികളോട്. അപ്പൊ അനേകം ഗുരുക്കന്മാരുണ്ടായിരുന്നു എഴുത്തച്ഛൻ എന്നുള്ളത് സത്യമാണ്. അഗ്രജൻ മമസതാം, എൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് ഗുരുവായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അതുകൂടാതെ ഉൾക്കുരുന്നെങ്കിൽ വാഴുക രാമനാം ആചാര്യനും. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ തന്നെ ഗുരുവായിരുന്നെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ പേര് രാമൻ എന്ന് തന്നെ ആയിക്കോട്ടെ. എന്നിരുന്നാൽ പോലും 2 പ്രാവശ്യം എടുത്ത് പറയുകയില്ല എന്ന് വലിയ ആചാര്യമതങ്ങളുണ്ട്. അപ്പോൾ വലിയ ഒരു തർക്കശാസ്ത്രം ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഒരുപാട്. അപ്പോൾ ഉള്ളൂരിൻ്റെ കണ്ടുപിടുത്തങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ ഉള്ളൂർ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയെ കുറിച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നൊക്കെ വളരെ വലിയ വ്യാഖ്യാനങ്ങൾ പണ്ഡിതാഗ്രേസന്മാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഏതായാലും കണ്ടുവരുന്നത് ഇങ്ങനെയാണ്. അധ്യാത്മരായണം കിളിപ്പാട്ട് ശുഗപുരം ഗ്രാമക്കാരനായിരുന്ന രാമനാമ ആചാര്യൻ എന്നയാളാണ്, രാമാനന്ദൻ എന്ന നാമധേയത്തിലുള്ള ആളാണ് ആദ്യമായിട്ട് ഇത് കേരളത്തിൽ പ്രചരിപ്പിക്കുവാൻ എഴുത്തച്ഛനോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹമാണ് എഴുത്തച്ഛൻ്റെ ഗുരു എന്ന ഒരു വിവക്ഷയുണ്ട്. ിരിക്കാൻ വഴിയില്ല, അതുകൊണ്ടാണ് ഞാനതൊന്ന് പറയണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ മറ്റൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ പാതാരബിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുജനാ ഭവന്തു. ലോകാ സമസ്താ ത്വദ്ഭക്താ ഭവന്തു. ശങ്കര. ഏതായാലും പിരിയുന്നതിന് മുമ്പായി ഒരു സൂചന എല്ലാവർക്കും, ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. നാളെ രാമായണക്കാറ്റിന്റെ 3-ാം ദിവസമായ നാളെ പാരായണം ചെയ്യുന്നത് ആലപ്പുഴ ജില്ലാ ചാപ്റ്ററാണ്. അതുകൂടാതെ മറ്റന്നാൾ, അതായത് 20-ാം തീയതി, ജൂലൈ 20-ാം തീയതി 3 പരിപാടികളാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടത്തുന്നത്. വൈകുന്നേരം 6 മണിക്കായിരിക്കും നമ്മുടെ ഞായറാഴ്ച ഈ രാമായണക്കാറ്റുണ്ടായിരിക്കുക. 7 മണിക്ക് ഇവിടെ ആരെങ്കിലും ഇന്ന് പുതുതായിട്ട് ഒരാളെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സുകൃതം സംസ്കൃതം എന്നുള്ള പേരിൽ സംസ്കൃത പഠനം കഴിഞ്ഞ ജൂലൈ മാസം 6-ാം തീയതി ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ 2ാമത്തെ ക്ലാസ് 20-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 7 തൊട്ട് 7:30 വരെ
8 മണിക്ക് നമ്മുടെ സ്വാമിനി ദേവി ജ്ഞാനാപനിഷ്ഠ നടത്തുന്ന ദിഗ്വിജയം എന്നുള്ള പരിപാടി, ആചാര്യസ്വാമികളുടെ കൃതികളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ 25ാം ഭാഗമാണ് ഈ വരുന്ന ഞായറാഴ്ച 8 മണിക്ക്. ഈ 3 പരിപാടികളിൽ നിങ്ങളുടെയൊക്കെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 6 മണിക്കായിരിക്കും നമ്മുടെ രാമായണക്കാറ്റുണ്ടായിരിക്കുക ഞായറാഴ്ച. അതൊന്ന് നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. എല്ലാവർക്കും ജഗദീശന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ. ലോക സമസ്ത സുഖം. എല്ലാവർക്കും ജയശങ്കര. 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 ജയശങ്കര.